ഹലോ ഫാമിലി. അങ്ങനെ കുറേ നാളിന് ശേഷം ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. ഇതിലങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളതൊന്നുമില്ല. നമ്മൾ ദീപാവലി ആഘോഷിക്കാനായിട്ട് തിരുപ്പൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഫാമിലിയൊക്കെ തിരുപ്പൂരിലാണ്, അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണിയുടെ ആദ്യത്തെ മെട്രോ യാത്രയാണ് കേട്ടോ. നമ്മൾ സൗത്തിലേക്കാണ് പോയത്. സൗത്തിൽ നിന്നായിരുന്നു നമ്മുടെ ട്രെയിൻ. അങ്ങനെ നമ്മൾ തിരുപ്പൂരെത്തി. പകലൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ആകെ വൺ ഡേ ട്രിപ്പായിരുന്നു. നമ്മൾ ഒരു ദിവസം രാവിലെ അവിടെ എത്തി, പിറ്റേ ദിവസം വൈകുന്നേരം നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മളിതാ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോവാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും DMart എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ലുലു മാൾ പോലെ അവരുടെ നാട്ടിലെ ഒരു കുഞ്ഞ് ലുലു മാൾ, അതാണ് അവിടെ. ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അപ്പം നമ്മൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ക്ലിപ്പ് എടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടെ വീഡിയോ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തില്ല. നമ്മൾ അവിടെ നിന്ന് അതൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇത് കണ്ടോ മയിൽ, അവിടെയൊക്കെ ഒരുപാടുണ്ട്. തിരുപ്പൂർ സിറ്റി എന്നാണ് പേരെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സിറ്റി അറ്റ്മോസ്ഫിയർ ഒന്നുമല്ല അവിടെ ഉള്ളത്. ഒരു നാട്ടിൻപുറം സ്റ്റൈലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ടോ, ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ച് തമിഴ് പെൺകൊടിയായിട്ട് നടക്കുകയാണ്. നടന്നാണ് നമ്മൾ പോയത്. വീട്ടിൽ നിന്ന് ഒരു 10-20 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. പോകുന്ന വഴിയിലാണ് ഈ കളർ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടത്. അപ്പോൾ അണ്ണനോട് വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം റിസ്ക് എടുക്കാൻ വയ്യ. ജീവനല്ലേ, അവരെ വെച്ചുകൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരാളെങ്കിലും നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വാങ്ങിച്ചില്ല, കണ്ടു, സന്തോഷിച്ചു വന്നു. തിരുപ്പൂർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് കൊണ്ട് തന്നെ പോകാൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാണാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അവിടെ കാര്യമായിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനി പോകുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ, രാവിലത്തെ കാഴ്ചകളും വൈകുന്നേരത്തെ കാഴ്ചകളും അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനിയത്തെ തവണ പോകുമ്പോൾ ഞാനതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ എടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു മടി പോലെ. അപ്പോൾ അതൊന്ന്, ആ മടിയെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് ഇനിയും നന്നായിട്ട് കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ അവിടുന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു. വരുന്ന വഴിയിൽ ദീപാവലി ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല അലങ്കരിച്ച ബൾബുകളും, വഴിയിലൊക്കെ കുട്ടികൾ വലിയവരും ഒക്കെ ആയിട്ട് പടക്കം പൊട്ടിക്കലും ഭയങ്കര കാര്യമായിട്ടുള്ള ആഘോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളും വീട്ടിൽ വന്ന് നമ്മുടെ വകയും ചെറിയ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതാ. കൊച്ചുങ്ങളൊക്കെ കൂടെ പടക്കം പൊട്ടിക്കുകയാണ്. കുഞ്ഞുണ്ണിക്ക് ആദ്യം നല്ല പേടി ഉണ്ടായിരുന്നു പടക്കം പൊട്ടുന്നത് കണ്ടിട്ട്. പിന്നീട് അവൻ ഓക്കെ ആയി കേട്ടോ. അവൻ പിന്നെ ഹാപ്പിയായി, കൈയൊക്കെ അടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എനിക്ക് ഈ പൊട്ടുന്ന സാധനങ്ങളോട് എനിക്ക് നല്ല പേടിയാണ്. ശബ്ദവും കാര്യങ്ങളൊക്കെ പേടിയാണ്. അപ്പോൾ കൂടുതലും ഈ കമ്പിത്തിരി, മത്താപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മാക്സിമം പിള്ളേരെ ഇതിൽ നിന്നൊക്കെ അകലം പാലിച്ച് തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ അങ്ങോട്ട് അടുപ്പിക്കാനൊന്നും പോയില്ല. കണ്ടോ, അവൻ ആദ്യം പേടിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് അവൻ ഓക്കെ ആയി. പിന്നെ അവിടെ ഒരു താത്ത ഉണ്ടായിരുന്നു, നമ്മുടെ ഹൗസ് ഓണറായിരുന്നു. ആ താത്ത ആണ് അവനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പുള്ളി പറയുകയും ചെയ്തു, അപ്പനും അമ്മയും മാത്രം പോരാ, കുടുംബത്ത് താത്താമാരും പാട്ടിമാരും ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ ഞങ്ങളാണ് അവരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുള്ളൂ. ഒരു പരിധിവരെ അത് സത്യമാണ്. വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവുമ്പം കുഞ്ഞുങ്ങൾക്കും അതിൻ്റേതായ ഒരു ഇതുണ്ട്. കണ്ടോ കുഞ്ഞുണ്ണി ഓടി താത്തായുടെ അടുത്തോട്ട് പോയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് കയ്യിലുണ്ടായിരുന്ന അവിടെയും ഇവിടെയും കിടന്നിരുന്ന കുറച്ച് ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് റെഡിയാക്കി എടുത്തതാണ്.
ഇതിവിടെ കിടന്നോട്ടെ, കാരണം നാളെ ഒരു സമയത്ത് നമ്മുടെ 2024 ദീപാവലി ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടതാണ്. പിന്നെ എൻ്റെ മടിയൊന്ന് മാറ്റിയെടുക്കാനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ക്രിസ്മസൊക്കെയാണ് വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പറ്റും എന്നാണ്, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അതങ്ങനെ തന്നെ എൻ്റെ വിശ്വാസം നിങ്ങൾ സംരക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. കാര്യമായിട്ട് വലിയ ഇതായിട്ടൊന്നുമുള്ള വീഡിയോ ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ സിനിമ കാണാൻ പോയി കേട്ടോ. തമിഴ്നാട്ടിലെ ഒരു സാധാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ അമരൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ശ്രീശക്തി എന്ന് പറയുന്ന മൾട്ടിപ്ലക്സിലാണ് പോകാറുണ്ടായിരുന്നത്. ഇത്തവണ നമ്മൾ ഡയമണ്ട് തിയേറ്റർ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു തിയേറ്ററിലാണ് പോയത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. രാത്രി 9 മണിക്ക് ട്രെയിനായിരുന്നു. അപ്പോൾ ആ ട്രെയിനിന് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.